വേറെ എക്സ്ട്രാ ഗൈഡൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പാലയിലേക്ക് പോകുമ്പോൾ ഒരു MBBS സീറ്റ് അത്രയും ഉണ്ടായിരുന്നു. പിന്നെ കിട്ടാൻ സന്തോഷം. പ്രതീക്ഷിച്ചില്ല ഇത്ര ടഫാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ടൈമിങ് ഫസ്റ്റ് മുതലേ സ്പീഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫുള്ള് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ബ്രില്യൻ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ട്. പക്ഷെ പുതിയതായിട്ട് അത് വേറെ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തണമെന്നില്ല. അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റൊക്കെ ഞാൻ എഴുതുന്ന സമയത്ത് സില്ലി മിസ്റ്റേക്സ് കുറേ ഉണ്ടായിരുന്നു, മാറിക്കുത്തലും അങ്ങനെ ഇങ്ങനെ. പിന്നെ അതെല്ലാം മോഡൽ എക്സാംസിന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ മെയിൻസിനേക്കാളും അഡ്വാൻസിന്റെ ലെവൽ തന്നെയായിരുന്നു ഫിസിക്സ് എല്ലാം വന്നത്. ഫിസിക്സ് ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോഴും അറിയില്ല, അതെങ്ങനെ അറിയില്ല. നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ബ്രില്യൻ്റിലെ മോഡൽ എക്സാം എഴുതുന്ന പോലെ തന്നെയാണ്. അത്ര കൂളായിട്ട് തന്നെയാണ് പോയ എക്സാം. നീറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ ടെൻഷൻ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓണം മോഡൽ എക്സാമിന് എനിക്ക് നല്ലോണം റാങ്ക് കുറവായിരുന്നു. ക്രിസ്മസിനും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഒരു സാറ് പറഞ്ഞു, ബ്രില്യൻ്റിൻ്റെ റാങ്ക് ആയിരിക്കും നിങ്ങളെ കേരള റാങ്ക്. നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷയാണ് ഇന്ത്യയിൽ നടത്തുന്ന ഈ നീറ്റ് എക്സാം. ഈ നീറ്റ് എക്സാമിൽ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കിയ അശ്വന്ത് ബാബുവിനെ അഭിനന്ദിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ഈ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ബാബു, ബിസിനസ്സാണ്. അശ്വന്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സ്കൂളിലാണ് +2 വരെ പഠിച്ചത്. പിന്നെ അതുപോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഗുണം അവന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയാണ് അവൻ്റെ മോട്ടിവേഷൻ ഉള്ള. ബ്രില്യൻ്റ് അവസാന ഘട്ടത്തിൽ നടത്തിയ പരീക്ഷകളെല്ലാം അവന് ഗുണം ചെയ്തിട്ടുണ്ട്, അടുപ്പിച്ച് നടത്തിയ പരീക്ഷകൾ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻ്റ് കുടുംബത്തോട് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അമ്മയുടെ പേര്? എൻ്റെ പേര് പ്രജിത, ഹൗസ് വൈഫാണ്. അച്ഛനെ കൊണ്ട് പറയാനല്ലോ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ പാലാ ബ്രില്യൻ്റിലെ കോച്ചിങ് കൊണ്ട് മാത്രമാണ്. വെച്ചാൽ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. അടുത്ത കോച്ചിങ് മാത്രമാണ്, അതേ നമുക്ക് പറയാനുള്ളൂ. അടുത്ത സാറന്മാരെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാറാണ്. എൻ്റെ അവനെ കൊണ്ട് പാലാ റിപ്പീറ്റേഴ്സ് ബാച്ചിലുണ്ടായ. പിന്നെ ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. ഫാക്കൽറ്റീസ് എല്ലാം നമ്മളെ ഒരു വൈബിന് ഒരു കോമഡി ആയിട്ടും നല്ല രസത്തിലാണ് ക്ലാസ്സെല്ലാം പോയത്. നല്ല ജോലിയായിരുന്നു. ഹോസ്റ്റല് പാലാ ഹൗസായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ ബസ്സിന് പോയത്. ഹോസ്റ്റല് നല്ലതായിരുന്നു, വാർഡൻസും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത്. അപ്പം ഈ ഉന്നത വിജയത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലാസ് എടുക്കുന്നേരം തന്നെ എല്ലാം കവറപ്പ് ചെയ്തേന്. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ബ്രില്യൻ്റിൽ നിന്ന് കുറേ ബുക്സും ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം തന്നില്ല. അപ്പോൾ അതൊന്നും മാത്രമേ ചെയ്തോ. വേറെ എക്സ്ട്രാ ഗൈഡൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബ്രില്യൻ്റിൽ നിന്ന് പറഞ്ഞാൽ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിൽ ലേണിങ്ങിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലെവൽ 1 ലെവൽ 2 എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം കുറേ ചെയ്യും. അപ്പോൾ അത് തന്നെ ഏകദേശം എക്സാമിന് വന്നത്. കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ബേസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് നമുക്ക് ലേണിംഗ് ആപ്പ് നമ്മുടെ വിജയത്തെ സംബന്ധിച്ചോളം വളരെ നേട്ടം തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 3 മണിക്കൂറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യും. പിന്നെ ഞാൻ ഓട് ബാച്ചിലുണ്ടായി.
അപ്പൊ E1 ബാച്ചിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യലുണ്ട്. അപ്പൊ അതും യൂസ്ഫുൾ ആയിരുന്നു. മികച്ച മാർക്കുകൾ വാങ്ങിയിട്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഒരാളാണ് നീ. അപ്പം അതിനെപ്പറ്റി പ്രത്യേകം എന്താണ്? അല്ല, റിസൾട്ടിനെ ഇത്ര പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവിടുന്ന് പാലയിലേക്ക് പോകുമ്പോൾ ഒരു MBBS സീറ്റ് അത്രേ ഉണ്ടായിരുന്നു. പിന്നെ കിട്ടാൻ സന്തോഷം. നിന്റെ പഠന രീതികളെ കുറിച്ച് ഒന്ന്. ഞാൻ ഡെയിലി എടുക്കുന്ന അന്ന് തന്നെ ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പം ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ വർക്ക് ബുക്കിൽ ചാപ്റ്റർ വൈസ് NCERT ബേസിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, ടോപ്പിക് വൈസിൽ. അപ്പോൾ അതും ചെയ്യായിരുന്നു. പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ചത്തെ എക്സാമിന് വേണ്ടി ഫുള്ള് പ്രിപ്പയർ ചെയ്യും. പിന്നെ രാവിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതാണ്. അപ്പം നമ്മുടെ നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞ് നീറ്റിൻ്റെ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തിറങ്ങി വന്നപ്പോൾ ഉള്ള ആ മാനസികാവസ്ഥ എന്ന് പറയുക, അപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു എന്നാണ്. ഞങ്ങളും അറിഞ്ഞു. നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പല കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പം നിന്റെ അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അന്നേരം ഞാൻ കുറച്ച് കരഞ്ഞു. അത് പ്രതീക്ഷിച്ചില്ല, ഇത്ര ടഫാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ടൈമിങ് ഫസ്റ്റ് മുതലേ സ്പീഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫുള്ള് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത്ര ടഫാന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ കുറച്ച് നെട്ടിപ്പോയി. പിന്നെ എഴുതി. പിന്നെ ബാക്കിയെല്ലാ അവർക്കെല്ലാം ടഫാന്നും അറിഞ്ഞു. ഞാൻ വിചാരിച്ച എനക്ക് മാത്രമേ പോയി ടഫ്. കുഴപ്പമുണ്ടായി. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അതോ പ്രത്യേകിച്ചും നമുക്കറിയാം ഇത്തവണത്തെ നീറ്റിൻ്റെ എക്സാമിൽ ഫിസിക്സിൻ്റെ എക്സാം ഭയങ്കര ടഫായിരുന്നു. ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യനോളം ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം അതിന്റെ ബേസ് നമുക്ക് ഉണ്ട് ഓൾറെഡി. ബ്രില്യൻ്റിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ട്. പക്ഷെ പുതിയതായിട്ട് അത് വേറെ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 1 മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തണം എന്നില്ല. അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് കാണുമ്പോൾ ഇതെന്താ സംഭവം എന്ന് ആലോചിച്ച് പിന്നെ അങ്ങനെ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം വേഗം ചെയ്യാൻ കഴിയുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് എക്സാം ഓളുന്ന് വിട്ടതിന് ശേഷമാണ് ആലോചിക്കുന്നത്, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ഉത്തരം കിട്ടായിരുന്നു. അതെല്ലാമായിരുന്നു. പിന്നെ ബയോളജി എല്ലാം കുറച്ച് ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി ഏകദേശം അങ്ങനെ തന്നെ. ബയോളജിയിൽ നിന്ന് ഒരു ഫസ്റ്റത്തെ പേര് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ മുന്നേ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ, അത് കാണിച്ചു തന്നതാ. ഞാൻ പറഞ്ഞു ഇതൊന്നും ഒരിക്കലും വരില്ല, ഇതൊരിക്കലും ഇങ്ങനെ വരില്ല പറയുമ്പോൾ അതന്നെ വന്നു. അപ്പോൾ അതെല്ലാം ചെയ്യാൻ കഴിയും. പറഞ്ഞു നമ്മുടെ ഈ തവണത്തെ നീറ്റ് പരീക്ഷ ഏറ്റവും ടഫാണെന്നുള്ളത് പറഞ്ഞു. അപ്പം ഈ പരീക്ഷ എഴുതാൻ വേണ്ടി മോനെ ഏറ്റവും സഹായിച്ചത് എന്താണ്? ബ്രില്യൻ്റ് മോഡൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പം ഒരു നമ്മൾ കുറേ എക്സാംസ് എഴുതിയപ്പോൾ സ്പീഡ് കുറച്ച് കിട്ടിയിരുന്നു. പിന്നെ ആക്യുറസി കൂടിയിരുന്നു. പണ്ടല്ല ഫസ്റ്റൊക്കെ ഞാൻ എഴുതുന്ന സമയത്ത് സില്ലി മിസ്റ്റേക്സ് കുറേ ഉണ്ടായിരുന്നു, മാറിക്കുത്തലും അങ്ങനെ ഇങ്ങനെ. പിന്നെ അതെല്ലാം മോഡൽ എക്സാംസിന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ ഈ എക്സാംസിന് സില്ലി മിസ്റ്റേക്ക് എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് മാത്രമല്ലാണ്ട് മാറിക്കുത്തല് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു. ബ്രില്യന്റിന്റെ എക്സാം തന്നെയാണ് ഉണ്ടായത്. അതുപോലെ നമ്മൾ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും ഞങ്ങളും നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. അത് ശിവൻ സാർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും നിർദ്ദേശിക്കാമായിരുന്നു ഇങ്ങനെ സില്ലി മിസ്റ്റേക്കുകൾ. പക്ഷെ നമുക്കറിയാം റാങ്ക് ഡിക്ലറേഷൻ മീറ്റിങ്ങിൽ ജോർജ് സാറാണെങ്കിലും പലപ്പോഴും പറയാറുണ്ട് നമുക്ക് സില്ലി മിസ്റ്റേക്കുകൾ വളരെ പ്രധാനമാണ്, അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. വെച്ചാൽ നമുക്കത് നമ്മുടെ റാങ്കിനെയും മാർക്കിനെയും ഒത്തിരി പുറകോട്ട് അടിക്കും. അപ്പം അത് ഒത്തിരി ഉപകാരം ചെയ്തു. അതെ, എക്സാംസിന് സാറുമാറിയിരുന്ന ഗൈഡൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സില്ലി മിസ്റ്റേക്സ് കുറച്ച് കുറയ്ക്കാൻ പറ്റി. നമ്മുടെ ഈ എക്സാമിനെ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? അല്ല, എളുപ്പമൊന്നല്ല, എല്ലാം ഒരു എബോ ആവറേജ് തന്നെയാണ്. സാധാരണ പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ ഫിസിക്സ് ടഫാണെങ്കിൽ ബാക്കി 2 ഈസി ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒന്നാ ടഫ്. ഇതിപ്പോൾ എല്ലാം ഒരു എബോ ആവറേജ് നല്ല ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായത്. അതിൽ ബയോളജി കുറച്ചും കൂടിയും NCERT കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാം വന്നത്.
പിന്നെ കെമിസ്ട്രി അങ്ങനെ തന്നെയാണ്. ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. ഒരു ഏകദേശം ഒരു IIT ലെവല് മെയിൻസിനെക്കാളും അഡ്വാൻസിന്റെ ലെവൽ തന്നെയായിരുന്നു ഫിസിക്സ് എല്ലാം വന്നത്. ഫിസിക്സ് ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോഴും അറിയില്ല അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് റീൽസ് നോക്കുന്ന സമയത്ത് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2 സാറുമാർ 2 രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 2 ആൻസറാണ്. അപ്പൊ അവർക്ക് തന്നെ എങ്ങനെയാന്ന് തിരിയുന്നില്ല. നമുക്കും കുറച്ച് ടഫ് തന്നെയായിരുന്നു ഫിസിക്സ്. ബയോളജിയും ലെങ്തി ആണെന്ന് എന്നാലും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അവൻ പറഞ്ഞത് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പരീക്ഷ ഈ നീറ്റിന് അല്ലേ? ഫിസിക്സ് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളുടെ ഹോസ്റ്റലിലെ അറ്റ്മോസ്ഫിയറും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹോസ്റ്റല് എൻ്റെ റിസൾട്ടിന് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. റൂംമേറ്റ് ആയാലും ഹോസ്റ്റലത്തെ ആൾക്കാരായാലും എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം വാർഡന്മാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല ഹോസ്റ്റൽ ലൈബ്രറി ഒക്കെ അത് നല്ലോണം യൂട്ടിലൈസ് ചെയ്തു. അവിടെ അഥവാ നമുക്ക് വേണ്ട ബുക്ക് ഇല്ലെങ്കിലും സാറുമാരോട് പറഞ്ഞാല് ബ്രില്യൻ്റ് അവർ കൊണ്ടുതരും. നല്ലതായിരുന്നു ലൈബ്രറി ഒക്കെ. ബ്രില്യന്റിന്റെ ക്യാമ്പസും ലൈബ്രറി ഫെസിലിറ്റിയും ഒക്കെ. ബ്രില്യന്റിന്റെ ക്യാമ്പസ് കുറെ ആൾക്കാരുണ്ട്. നല്ല നമുക്ക് ഒരേ സമയം എല്ലാ സാറുമാരും കാണാം. ഇപ്പൊ ഡൗട്ട് വയ്ക്കുന്നതാണെങ്കിൽ ഏത് സാറ് നോക്കിയിട്ട് നമുക്ക് നല്ല നോക്കിയിട്ട് പോവാം. എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടാവും. അപ്പൊ അത് തന്നെയായിരുന്നു ഡൗട്ടെല്ലാം ചോദിക്കുന്ന സമയത്തൊക്കെ. ബ്രില്യന്റിലെ ലൈബ്രറിയെ പറ്റി എങ്ങനെയാണ് അഭിപ്രായം? ഞാൻ അവിടെ നിന്നും ബുക്ക് എടുക്കലുണ്ട്. അപ്പം റെഫറൻസിന് ഞാൻ അങ്ങനെ ഇരിക്കില്ല. ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് തന്നെയാണ് പഠിക്കല്. ഇപ്പൊ ലൈബ്രറിയിൽ നിന്ന് കുറെ ബുക്ക് എടുക്കലുണ്ട്. 5 ബുക്കാണ് എടുക്കാൻ പറ്റുക. അപ്പൊ 5 ഞാൻ എടുക്കലുണ്ട്. അതുപോലെ നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ്, നമുക്ക് ബ്രില്യന്റിന്റെ പരീക്ഷകൾ, വീക്കിലി എക്സാമ്പിൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ പരീക്ഷ, അതിനകത്ത് ധാരാളം പരീക്ഷകളും എക്സാമുകളൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്തിട്ടുണ്ട്? മോഡൽ പരീക്ഷകൾ, ഓണം, ക്രിസ്മസ് വെക്കേഷനുകളുടെ അതിനുശേഷമുള്ള പരീക്ഷകൾ, പൂജ വെക്കേഷന് ശേഷമുള്ള പരീക്ഷകൾ, വീക്കിലി എക്സാംസ്, അവസാനം ഫൈനൽ മോഡലുകൾ, ഇതൊക്കെ നമ്മുടെ വിജയത്തിന് ഒത്തിരി പ്രയോജനമായിട്ടില്ലേ? ഉണ്ട്. ഇപ്പോൾ വീക്കിലി എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മോഡലിലേക്ക് വരുമ്പോൾ നമ്മളെ സില്ലി മിസ്റ്റേക്സ് എല്ലാം കുറക്കാൻ പറ്റി. ലാസ്റ്റ് നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ബ്രില്യന്റിലെ മോഡൽ എക്സാം എഴുതുന്ന പോലെ തന്നെയാണ്. അത്ര കൂളായിട്ട് തന്നെയാണ് പോയ എക്സാം. നീറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ ടെൻഷൻ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ 3 മണിക്കൂറിന്റെ എക്സാം തന്നെയാണ് മൊത്തം എഴുതുന്നത്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഓരോ എക്സാമിന് വരുന്ന മിസ്റ്റേക്സും ബുക്കിൽ ഞാൻ എഴുതി വെക്കലുണ്ട്, കറക്ഷൻ ബുക്കിൽ. അത് അവസാനം ഞാൻ അത് വായിക്കുമ്പോൾ തെറ്റ് ക്വസ്റ്റ്യൻസ് മൊത്തം എനിക്ക് കിട്ടി. അപ്പൊ പിന്നെയും അത് തന്നെ വരുമ്പോൾ അത് തെറ്റിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ എക്സാംസ് യൂസ്ഫുൾ ആണ്. എനിക്കൊന്ന് ബ്രില്യന്റിൽ നിന്ന് കിട്ടിയ ഓരോ വീക്കിലി എക്സാമിലും അതുപോലെ മോഡൽ എക്സാമിനും കിട്ടിയ അച്ചീവ്മെന്റ്സ് ആണ് ഇവിടെ ഈ ടീപ്പോയിൽ ഇരിക്കുന്നത്. അത് എനിക്കൊന്നൊരു 10-25,000 രൂപയോളം ഏകദേശം വരും എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? മൊത്തം ക്യാഷ് അവാർഡായിട്ട് തന്നെ 25,000 രൂപയും അതുപോലെ തന്നെ 2 ഗോൾഡ് മെഡലും ഉണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്കാണ് നമുക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്നത്. 2 ഗോൾഡ് മെഡലുണ്ട്. ഇതൊക്കെ നമ്മുടെ പഠനത്തെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിച്ചിട്ടുണ്ടോ? അത് നല്ലോണം ചെയ്യിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓണം മോഡൽ എക്സാമിന് എനിക്ക് നല്ലോണം റാങ്ക് കുറവായിരുന്നു. ക്രിസ്മസിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ക്ലാസ് ടീച്ചർ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തു, ടെൻഷൻ അടിക്കണ്ട, കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ മോഡൽ എക്സാം എഴുതുന്ന സമയത്താണ് റാങ്ക് കൂട്ടാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഫസ്റ്റും കിട്ടി. അതെ, നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് അവാർഡുകൾ നമുക്ക് കൂടുതൽ പ്രയോജനമായിട്ടില്ലേ? തുടർന്നുള്ള പരീക്ഷകളിൽ നമുക്ക് നല്ല റാങ്കുകൾ മേടിക്കാനും. അതെ, ഇപ്പൊ ഫസ്റ്റത്തെ 2 മോഡൽ ഞാൻ എഴുതിയിട്ടില്ല. അത് ഇവിടെ നാട്ടിൽ വന്നിട്ട് ചെറിയ പ്രശ്നമായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി എഴുതുന്ന സമയത്ത് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോവും, കുറെ എല്ലാം വിട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് എഴുതുമ്പോൾ ഈ 3ാമത്തെ എക്സാമിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സും നല്ലോണം സപ്പോർട്ട് ചെയ്തു. അപ്പൊ ബ്രില്യൻ്റിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഫസ്റ്റ് ഒരു സാറ് പറഞ്ഞു, ബ്രില്യൻ്റിൻ്റെ റാങ്ക് ആയിരിക്കും നിങ്ങളെ കേരള റാങ്ക്. അവിടുന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടോ, അല്ലാണ്ട് അത് തന്നെയായിരിക്കും ഏകദേശം നല്ല റാങ്ക്. ടോപ്പ് റാങ്ക് വരുന്ന എല്ലാ ബ്രില്യൻ്റുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ നമുക്ക് ഫസ്റ്റ് മുതലേ കിട്ടും. അപ്പോൾ നീറ്റ് എക്സാമിനും
അതേ ലെവൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. നല്ല എക്സാംസ് ഒക്കെ നല്ല പ്രചോദനമായിരുന്നു. ഓക്കെ, ഒരു ദിവസത്തെ നിന്റെ പഠന രീതി എങ്ങനെയായിരുന്നു? 11 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 5:30-6 മണിക്ക് എണീക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചാടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. തിങ്കളാഴ്ചത്തെ വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് കുളിച്ച് ക്യാമ്പസിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ 7:30 മുതൽ ക്ലാസ്സാണ് നമുക്ക്. അപ്പോൾ ഫസ്റ്റൊക്കെ ഉച്ച വരെയാണ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് അന്ന് എടുത്തത് വായിക്കും, നോട്ട് വായിച്ചിട്ട് NCERT വായിച്ചിട്ട് പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയാലും വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വൈകുന്നേരം വരെ ആക്കുന്ന സമയത്ത് നമുക്ക് അത്ര പ്രഷർ തോന്നിയിട്ടില്ല, ഒരു ട്രാക്കിലേക്ക് കയറിയിന്. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ തന്നെ പോകും. പിന്നെ രാത്രി വന്നിട്ടും ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യല്. പിന്നെ അവസാനം മൊത്തം ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ബ്രില്യൻ്റ് എന്ന് വന്നതിന് സെറ്റായിട്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, അപ്പം അതെല്ലാം ചെയ്ത് അതെല്ലാം. മോൻ്റെ ക്ലാസ് ടീച്ചർ സുബിൻ സാറായിരുന്നു. അപ്പം അവരുടെ സപ്പോർട്ട്, സഹർഷേഷിൻ്റെയും അവരുടെ മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്? സുബിൻ സാറ് നല്ല സപ്പോർട്ടായിരുന്നു, ഫസ്റ്റ് മുതലേ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഒരു കുറച്ച് വീക്കിലേക്കെല്ലാം കുറയുന്ന സമയത്ത് സാറ് വന്നിട്ട് പറയും പേടിക്കണ്ട, കിട്ടും, ടെൻഷൻ അടിക്കണ്ട പറയും. അങ്ങനെ തന്നെ അങ്ങോളം ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും സാറ് കൂടെ ഉണ്ടായിരുന്നു. സാർ തന്നെയായിരുന്നു എൻ്റെ വാർഡൻ. അപ്പോൾ എനിക്കിപ്പം പനി വന്ന സാർ തന്നെയാണ് ഹോസ്പിറ്റലെല്ലാം കൊണ്ടാക്കല്. അപ്പം നല്ല സപ്പോർട്ടായിരുന്നു. സുബിൻ സാറല്ലേ? സുബിൻ സാറ് നല്ല സാറാണ്, നമുക്ക് അധികം വിളിക്കലുണ്ട്. സാറ് നല്ല സുബിൻ സാർ നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ട് ചെയ്യലുണ്ട്. എനിക്കിപ്പോ ഒരു മാർക്ക് എന്താ കുറഞ്ഞെങ്കിലും സാർ ഞങ്ങളെ വിളിക്കലുണ്ട്, ഞങ്ങള് സംസാരിക്കലുണ്ട്. മറ്റുള്ള ടീച്ചേഴ്സും ഇപ്പൊ നമുക്ക് എടുത്ത ഫാക്കൽറ്റീസും നല്ലത് തന്നെയായിരുന്നു. ഇപ്പം ഏത് ക്ലാസ്സിലും നമുക്ക് പുതിയ പുതിയ കാര്യം നല്ലോണം കിട്ടിയിരുന്നു. പിന്നെ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് അവര് എപ്പോഴും പറയലുണ്ടായിരുന്നു. നമ്മുടെ ബ്രില്യന്റിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ ക്ലാസ്സിൽ വരാറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടോ നമ്മുടെ വിജയത്തിന്? അതെ, ജോർജ് സാറ് ഇടക്കിടക്ക് വരുത്തുന്നുണ്ട്, സ്റ്റീഫൻ സാറും വരുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടാൾക്കാരും നല്ലോണം മോട്ടിവേഷൻ തന്നിരുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യൻ സാറ് ലാസ്റ്റ് നീറ്റിന്റെ തലേ ദിവസം വന്നിട്ട് പറഞ്ഞു വിക്ടറി ഡേക്ക് എല്ലാവരും കാണണം, അങ്ങനെല്ലാം പറഞ്ഞു. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഈ ഹോസ്റ്റലിലെയും അതുപോലെ ബ്രില്യന്റിന്റെ ക്യാൻറ്റീനിലെ ഒക്കെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ നല്ലതാണ്. ഇപ്പം കുറെ ആൾക്കാർ പറഞ്ഞ് ഇവിടെ ബ്രില്യന്റിലേക്ക് ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ടില്ല ഫുഡ് മോശമായിരിക്കും, നമുക്ക് മലബാർ കിട്ടൂല. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇപ്പോൾ ഫുള്ള് നോൺ വെജും എല്ലാം വേണ്ടത് നമുക്ക് എടുത്ത് കഴിക്കാം. ഇപ്പം രാവിലെ ആയാലും വേണ്ടുന്നത് നമുക്ക് കഴിക്കാം. നല്ല ഫുഡ് തന്നെയായിരുന്നു, ചിക്കനും എല്ലാം ബിരിയാണി എല്ലാം നല്ല. ഇത് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നത് ബ്രില്യന്റിന്റെ ക്യാൻറ്റീനിലെ ചിക്കൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റ്ഫുൾ ആണെന്നുള്ളത് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. പിന്നെ ബ്രില്യന്റിലെ പപ്സും. അതെ, പപ്സും. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഡോക്ടർമാരുടെ കെയറിങ് ഉണ്ട്, അതൊക്കെ ഒത്തിരി ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ക്ലാസ് എനിക്കൊരിക്കൽ കഴിയാണ്ടായിട്ട് ഞാൻ അവിടെ തന്നെ ഡോക്ടർ ഉണ്ട്, അപ്പൊ അവിടെ കാണിച്ച് എല്ലാം മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ബ്രില്യന്റിൽ തന്നെ. പിന്നെ എല്ലാം നല്ലതാണ്. നമ്മുടെ ബ്രില്യന്റിലെ ഫാക്കൽറ്റീസ് അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചേഴ്സ് എല്ലാം നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ ഡൗട്ട് അറിഞ്ഞ അവർ പറഞ്ഞിരുത്തുന്നുണ്ട്. വേറെ നമ്മളെ ഡീഗ്രേഡ് ചെയ്യാൻ അവർ ശ്രമിക്കില്ല, നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഡൗട്ട് ചോദിക്കാൻ തന്നെ അവർ പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലായാലും അഥവാ നമ്മൾ തെറ്റി പറഞ്ഞാൽ പിന്നെ നമുക്കത് മാറിപ്പോയില്ല, നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ അവരെല്ലാം നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. നല്ല അപ്പം ഒരു ഡോക്ടർ ആകണം എന്നുള്ള ഒരു പ്രചോദനം അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ഒരു 10 വരെ എനിക്ക് ഇങ്ങനെ ഈ ഡോക്ടർ എന്നൊന്നും വലിയ ഉണ്ടായിരുന്നില്ല. പിന്നെ 10 കഴിഞ്ഞ് +1 +2 ആവുന്ന സമയത്ത് വന്ന് പിന്നെ ഏച്ചിയും പഠിക്കുന്ന MBBS പഠിക്കുന്നത്. അപ്പം ഏച്ചിന്റെ പാതയിൽ തന്നെ. ചേച്ചി ബ്രില്യന്റിൽ തന്നെയാണോ പഠിച്ചത്? ഏച്ചിയും ബ്രില്യന്റിൽ തന്നെ, അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത്. ചേച്ചിന്റെ ബുക്സ് വെച്ച് തന്നെ ഞാൻ +1 +2 പഠിച്ചത്. പിന്നെ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് കിട്ടിയിട്ടില്ല, പിന്നെ ബ്രില്യന്റിലേക്ക് തന്നെ വന്നു. ചേച്ചിയായിരുന്നു ആദ്യത്തെ ഒരു പ്രചോദനം ബ്രില്യന്റ് വരാനും.
ചേച്ചി എന്നെ ബ്രില്യൻ്റ് പൂട് തന്നെ പറഞ്ഞത്. പിന്നെ എന്നെ പഠിപ്പിച്ച സാർമാരും പറഞ്ഞു ബ്രില്യൻ്റ് തന്നെയാണ് നല്ല ഓപ്ഷൻ, വേറെ പോകണ്ട. പിന്നെ സംശയം ഉണ്ടായി കണ്ണൂരിൽ വേണോ അല്ല പാലയിൽ വേണോ. പിന്നെ സാറ് പറഞ്ഞ് നേരെ പാലയിലേക്ക് തന്നെ വിട്ടോ, കണ്ണൂരായാല് ഞാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് വരും, പഠിപ്പ് നടക്കൂല. പാലയിലാകുമ്പം പ്രശ്നമില്ലായിരുന്നു. പാലത്തിന് അപ്പം കണ്ണൂരാണെങ്കിലും പാലയിലാണെങ്കിലും പഠനമെല്ലാം ഒരുപോലെയാണെന്നുള്ള ഏകദേശം ഒന്ന് മനസ്സിലായില്ല. അതെല്ലാം ഒന്ന് തന്നെയായിരിക്കും, ടീച്ചേഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വീടെടുത്തുണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരും, അത് പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പഠിക്കാനെല്ലാം രണ്ടും കണക്കെല്ലാം എല്ലാം ഒരുപോലെ. അങ്ങനെ നമ്മൾ അശ്വത് ബാബുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.